A/B സമം 2:3, B/C സമം 4:5, C/D സമം 1:6 ആയാൽ A/B/C/D കാണുക, A/D കാണുക. നമുക്ക് A/B തന്നിട്ടുണ്ട്, B/C തന്നിട്ടുണ്ട്, C/D തന്നിട്ടുണ്ട്. ഇതുപയോഗിച്ചിട്ട് A/B/C/D കാണണം, അതിന്ന് A/D കാണണം. നമുക്ക് ആദ്യം A/B എന്ന് എഴുതാം. A/B, B/C താഴെ എഴുതുക. അപ്പോൾ ബിയുടെ താഴെ ബി എഴുതണം, B/C. C/D താഴെ എഴുതുക, സിയുടെ താഴെ സി എഴുതണം, C/D. ഇപ്പം നമുക്ക് ഇടതുവശങ്ങൾ എഴുതി, ഇതുപോലെ വലതുവശങ്ങൾ എഴുതുക. 2:3, 2:3, 4:5, 4:5, 1:6, 1:6. ഇനി നമ്മൾ എവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കണ്ടോ, സംഖ്യകളില്ലാത്തടത്തൊക്കെ നമ്മൾ സംഖ്യകൾ എഴുതണം. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് 5ൻ്റെ മുകളിലുമില്ല, ഇവിടെ 6ൻ്റെ മുകളിലുമില്ല. അപ്പോൾ ഈ 3 തന്നെ ഇങ്ങോട്ട് എഴുതുക, അതേ 3 തന്നെ ഇപ്പുറത്തേക്ക് എഴുതുക. അപ്പോൾ ഈ 2 സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു, അവിടെ ഈ 3 രണ്ടോടത്തേക്ക് എഴുതി. അടുത്ത വരി എടുക്കുമ്പോഴോ ഈ ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുക, അപ്പോൾ ഈ 5 അങ്ങോട്ട് എഴുതുക. ഈ ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുകയാണ്, അപ്പോൾ ഈ 4 ഇങ്ങോട്ട് എഴുതുക. അടുത്ത വരി എടുക്കുമ്പോൾ അപ്പുറത്തേക്കൊന്നും എഴുതാനില്ല, ഇപ്പുറത്തേക്ക് ഉണ്ട്, അപ്പോൾ ഈ 1 തന്നെ രണ്ടോടത്തേക്ക് എഴുതുക, 1:1. ഇനി നമ്മൾ ഓരോ വരിയിലത്തെ ഈ സംഖ്യകൾ ഗുണിക്കുക. 2x4 8x1 8, 3x4 12x1 12, 3x5 15x1 15, 3x5 15x6 90. ഇതാണ് നമുക്ക് A/B/C/D കിട്ടി. 8:12 15:90. എല്ലാത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് വെട്ടിച്ചുരുക്കാൻ പറ്റില്ല, വെട്ടിച്ചുരുക്കാം. എല്ലാത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് A/B/C/D കിട്ടി. അതിന്ന് A/D സമം ആദ്യത്തെയും അവസാനത്തെയും 8:90. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 2 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 2 8 45 2 90, 4:45 A/D. ഇതേ കണക്ക് A/B സമം 2:3, B/C സമം 4:5, C/D സമം 1:6. ഇതേ ചോദ്യം തന്നെയാണ്. പക്ഷേ ഇതിൽ A/D നേരിട്ട് കാണണം. ഇവിടെ A/B/C/D കണ്ടിട്ട് അതിന്ന് A/D കിട്ടി. നമുക്ക് അങ്ങനെ അല്ലാണ്ട് A/D നേരിട്ട് കാണാം. അതെങ്ങനെയാണ്? ഈ A/B എന്നുള്ളതിനെ A/B എന്നിടുക, ഇൻറ്റു B/C, B/C ഇൻറ്റു C/D, C/D. നമ്മൾ എല്ലാത്തിൻ്റെയും ഇടതുവശങ്ങൾ ബൈ ഇട്ട് ഗുണിച്ചു. സമം ഇതുപോലെ വലതുവശം എന്താണ്? 2/3 ഇൻറ്റു 4/5 ഇൻറ്റു 1/6. ഇവിടെ ബി വെട്ടിപ്പോയി, സി വെട്ടിപ്പോയിട്ട് A/D സമം ഇവിടെ 2ഉം 6ഉം അടിച്ചെടുക്കുമ്പോൾ 3 എന്ന് വന്നു. അപ്പോൾ മുകളിലെ അംശം 4x1 4/3 ഇൻറ്റു 3 ഇൻറ്റു 5 9 45. നമുക്ക് A/D 4/45 അപ്പോൾ A/D സമം 4:45. ഒരേ ഉത്തരം തന്നെ കിട്ടി.